Debate with Dr. Arun Kumar. ജനുവരി 22 അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയാണ്. പ്രാണപ്രതിഷ്ഠാ ദിനം സ്വാതന്ത്ര്യദിനം പോലെ റിപ്പബ്ലിക് ദിനം പോലെ രാജ്യം ആചരിക്കേണ്ട ഒന്നാണ്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ത്യയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണെന്ന് RSS നേതാവ് മോഹൻ ഭഗവത്. സ്വാതന്ത്ര്യത്തിന് പുതിയ കഥ മെനയുന്നു എന്നാണ് ചോദ്യം. റാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്ക് ദേശീയ ദേവി അഹല്യ അവാർഡ് സമ്മാനിക്കുന്ന വേദിയിലായിരുന്നു മോഹൻ ഭഗവതിൻ്റെ ഈ പരാമർശം. ഈ KVS ഹരിദാസ്, സ്വാതന്ത്ര്യത്തിന് സ്വന്തമായിട്ട് സംഘപരിവാറിനും RSSനും ഒരു രാഷ്ട്രീയ ചരിത്രം ഇല്ലാത്തതുകൊണ്ടാണോ പുതിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ അയോധ്യയെ മുൻനിർത്തി ആലോചിച്ച് തുടങ്ങുന്നത്? KVS ഹരിദാസ്. അല്ല അരുൺ, ഞാൻ ഈ സംവാദത്തെക്കുറിച്ച് ഒരു വിദ്യാഭ്യാസപരമായ ഒരു വിലയിരുത്തലിന് ശ്രമിക്കണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ച് ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. രാമക്ഷേത്രം ഇവിടുത്തെ കോടാനുകോടി ഹിന്ദുക്കളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം കൂടിയായിരുന്നു. അതിന് ഇനി വേറൊരു സാക്ഷ്യപത്രം ഇന്നിപ്പോൾ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമക്ഷേത്രത്തിന് വേണ്ടി ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് പിൽക്കാലങ്ങളിൽ ഈ 1980-കൾക്ക് ശേഷം 2024 വരെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികാരം കണക്കിലെടുക്കാതെ പറ്റുമോ? അതവിടെ നിൽക്കട്ടെ. 1947 നമുക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. ആ സമയത്ത് നമ്മൾ മുഴുവൻ വൈദേശിക ചിന്തകളിൽ നിന്നും വൈദേശിക ആധിപത്യത്തിൽ നിന്നും മോചനം നേടിയോ? ആ മോചനം നേടണം എന്നുള്ള ചിന്ത അന്ന് നെഹ്റുവിൻ്റെ സർക്കാരിന് ഉള്ളിൽ പോലും ഉണ്ടായിരുന്നില്ലേ? 1947 നവംബറിൽ ജുനഗഡിലെ ഷെയ്ഖ് പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ 4-5 ദിവസത്തിനകം സർദാർ പട്ടേൽ സോമനാഥത്തിൽ പോയിട്ട് ആ ശിവലിംഗം ഇരുന്ന സ്ഥലത്ത് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് സർദാർ പട്ടേൽ പറഞ്ഞത് എന്താ? ഈ സ്വാതന്ത്ര്യം പൂർണ്ണമാവണമെങ്കിൽ സോമനാഥത്തിലെ വിദേശ അക്രമിയായ മുഹമ്മദ് ഗസ്നി തകർത്ത ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടക്കണമെന്നാണ്. അതിന് അദ്ദേഹം മന്ത്രിസഭയിൽ ആ പ്രപ്പോസൽ കൊണ്ടുവന്നു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഗവൺമെൻറ് അതിന് അനുമതി നൽകി. ഇന്ന് സോമനാഥത്തിൽ നമ്മൾ കാണുന്ന മഹാക്ഷേത്രം അത് നിർമ്മിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്, നെഹ്റു സർക്കാരാണ്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അന്നത്തെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ തെറ്റുതിരുത്തൽ പ്രക്രിയ 47 മുതൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അത് ചരിത്രമാണ്. അയോധ്യയിലെ ഏറ്റവും അവസാനത്തെ ഇന്ത്യയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത്, ട്രൂ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് കൂടിയാണ് എന്നുള്ള രാഷ്ട്രീയ നിർവചനത്തിന്റെ സാങ്കത്യം എന്തെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ അരുണെ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമല്ല, ഈ വിദേശ അധിനിവേശത്തിൽ നിന്ന് വിദേശ അക്രമം സൃഷ്ടിച്ച ഒരു ബോധമുണ്ടല്ലോ, അതിൽ നിന്ന് കൂടി രാജ്യം മോചിതമാകേണ്ടതുണ്ട്. ആ ബോധം നരേന്ദ്രമോദി ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് സ്വീകരിച്ച ഓരോ നടപടികളും, ഇപ്പോൾ ഇന്ത്യക്കൊരു പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നു. അതിന് പഴയ മന്ദിരത്തിന് പോരായ്മകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല, അതൊരു വിദേശ നിർമ്മാണത്തിൻ്റെ പ്രതീകമാണ്, വിദേശാധിപത്യത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ്. ഡൽഹിയിലൊരു വാർ മെമ്മോറിയൽ കൊണ്ടുവന്നു. അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ധീരദേശാഭിമാനിമാരുടെയും യുദ്ധ പോരാളികൾക്കും ഒക്കെ ഉള്ള ഒരു സ്മാരകമായിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ പലതും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മറ്റൊരു ഉദാഹരണമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ഇത് ഞങ്ങളുടെ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്, ഞങ്ങളുടെ ചിന്താസരണിയുടെ ഭാഗമാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു കുറ്റബോധവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള മാറ്റം രാജ്യത്തുണ്ടാകണം. അത് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ദേവാലയത്തിന്റെ പ്രാണപ്രതിഷ്ഠ
രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് തുല്യമാണ് എന്ന സന്ദേശം കൊടുക്കുന്നത് ആ മതേതര ഭരണഘടനയോടുള്ള വെല്ലുവിളിയല്ലേ? അതെല്ലാ വിഭാഗത്തിലുള്ള ജാതി മത വിഭാഗത്തിലുള്ള മനുഷ്യർക്കും അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും ആ ആരാധനാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്താനും അതിൽ വിശ്വസിക്കാനുമുള്ള അവകാശമുള്ളൊരു നാട്ടിൽ എന്ത് പ്രത്യേകതയാണ് ആ അർത്ഥത്തിൽ അയോധ്യയ്ക്കുള്ളത് മറ്റേതെങ്കിലും ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി? അപ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠയിൽ സ്വാതന്ത്ര്യം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ റദ്ദാക്കി കളയുന്നത് കൊളോണിയൽ ആധിപത്യത്തിനെതിരെ ജീവനും ചോരയും കൊടുത്ത് പോരാട്ടം നടത്തിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരചരിത്രത്തെയല്ലേ KVS ഹരിദാസ്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെയോ അതിൽ പങ്കെടുത്ത പോരാളികളെ ഒന്നും ആരും മറക്കുകയല്ല. അവർ നേടിയ രാഷ്ട്രീയ ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് നമുക്ക് നൽകിയിട്ടുണ്ട്. 47 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യ സ്വതന്ത്രമാണ്. 47 ഓഗസ്റ്റ് 14 ഇന്ത്യ വെട്ടിമുറിച്ചു മതത്തിൻ്റെ പേരിൽ, അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ കാണുന്നത് ഈ പാശ്ചാത്യ അല്ലെങ്കിൽ വിദേശ ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ മുഗള ആക്രമണത്തിൻ്റെ ഒക്കെ പ്രതീകങ്ങളായിട്ട് നിലകൊള്ളുന്ന കുറേ സ്മാരകങ്ങളുണ്ട്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ലേ KVS ഹരിദാസ്? നോക്കൂ, നമുക്ക് സ്വന്തമായൊരു ഭരണഘടന വന്നു, ഡൊമിനിയൻ സ്റ്റാറ്റസ് മാറി, ഒരു സോവറിൻ രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അതല്ലേ അങ്ങുദ്ദേശിച്ച് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നുള്ളത്? സോവറിനിറ്റി, രാഷ്ട്രീയ പരമാധികാരം ഇന്ത്യക്ക് കിട്ടി. ഞാൻ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാം, ഒരു BJP പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സംഘപരിവാർ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ KVS ഹരിദാസ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ താങ്കൾ അഭിമാനിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ നേടിയ സ്വാതന്ത്ര്യമാണത്, ഇന്ത്യയുടെ അഭിമാന മുഹൂർത്തമാണത്, സംശയമില്ല. പക്ഷേ അതിനേക്കാൾ വലുതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ. 500 വർഷം വിദേശാധിപത്യത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ രാമലാല ഒരു താൽക്കാലിക ഷെഡിൽ കടന്നത് നമ്മൾ ഓർക്കണം. എത്രയോ വർഷങ്ങളോളം എനിക്ക് മനസ്സിലായി അങ്ങയുടെ വാദം. ശ്രീ KVS ഹരിദാസ്, ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന ഉണ്ടായതാണോ, അതല്ല രാംലല്ലയ്ക്ക് കിടക്കാൻ അല്ലെങ്കിൽ രാംലല്ലയ്ക്ക് ഒരു അഭയസ്ഥാനം ഉണ്ടായതാണോ താങ്കളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് ഭരണഘടനയുണ്ടായി, ഇതൊക്കെ അഭിമാന മുഹൂർത്തം തന്നെയാണ്, ഒരു സംശയമില്ല അതിനകത്ത്. പക്ഷെ അതിനോടൊപ്പം ഒരു പടി ഭരണഘടനയ്ക്ക് മുകളിലാണ് ഈ 500 പറഞ്ഞ കേൾക്കൂ. അതിനൊപ്പം 500 വർഷങ്ങളോളം ശ്രീരാമനെ അവഗണിച്ച ഒരു സമൂഹത്തിൽ നിന്ന് ശ്രീരാമന് ഒരു പുനർജന്മം ലഭിക്കുന്നു. അവിടെ ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മാണം നടക്കുന്നു. അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുന്നു. പുനഃപ്രതിഷ്ഠ എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പുനഃപ്രതിഷ്ഠ നടക്കുന്നു. അത് ഇന്ത്യയിലെ കോടാനുകോടി രാമഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, കോടാനുകോടി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമാണ്. അപ്പോൾ രാമഭക്തന്മാരല്ലാത്ത മറ്റു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമോ? അഭിനിവേശമാണ്. രാമഭക്തന്മാരല്ലാത്ത മറ്റു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമോ? രാമഭക്തന്മാരല്ലാത്ത ഹിന്ദു വിഭാഗത്തിലെ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളമോ? ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളമോ? പാഴ്സി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളമോ? ക്രിസ്തീയ മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളമോ പ്രാണപ്രതിഷ്ഠാ ദിനം എന്തു സന്ദേശമാണ് നൽകുക? അരുണേ, ഈ ചിന്ത 47 നെഹ്റുവിനുണ്ടായിരുന്നോ? സർദാർ പട്ടേലിനുണ്ടായിരുന്നോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനുണ്ടായിരുന്നോ? ഡോക്ടർ KM മുൻഷിക്കുണ്ടായിരുന്നോ? മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നോ? ഇവരൊക്കെ സോമനാഥിലെ പുതിയ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നിലകൊണ്ടില്ലേ? നെഹ്റുവിൻ്റെ മന്ത്രിസഭ അതിനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലേ? അതിനുള്ള പണം നെഹ്റുവിൻ്റെ ഖജനാവിൽ നിന്ന് നൽകിയില്ലേ? ആ ഒരു ചിന്തയെക്കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? ജവഹർലാൽ നെഹ്റു താക്കീത് ചെയ്തതും നമ്മുടെ മുൻപിൽ ചരിത്രമായിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്കല്ല പോകുന്നത്. എന്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഭരണഘടനയേക്കാൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തേക്കാൾ എന്ത് വിശിഷ്ട മാഹാത്മ്യമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് പ്രാണപ്രതിഷ്ഠ നൽകുന്നത്? അതായിരുന്നു എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞതനുസരിച്ച് അത് രാമഭക്തന്മാർക്ക് വളരെ വൈകാരികമായ ഒരു ദിനമാണ്, സമ്മതിക്കുന്നു. പക്ഷേ രാമഭക്തന്മാരല്ലാത്തവരും ഇന്ത്യയിലില്ലേ? അവരെ സംബന്ധിച്ച് ഈ പ്രാണപ്രതിഷ്ഠ സ്വാതന്ത്ര്യത്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുമോ? അരുണെ, അതിനുള്ള വേറൊരു വിശദീകരണമുണ്ട്.
ഇത് രാമഭക്തന്മാരുടെ മാത്രം പ്രശ്നമായിട്ട് കാണുമ്പോഴാണ് ഈ ചിന്ത നിങ്ങളുടെ അല്ല, ഞാനല്ല അങ്ങാണ് പറഞ്ഞത്, ഇത് രാമഭക്തന്മാരുടെ രാജ്യത്തിന്റെ വികാരമാണെന്ന്. സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെ അതെ ഞാൻ പറഞ്ഞു, ഇത് രാജ്യത്തിന്റെ സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ വിദേശ അക്രമി തകർത്ത്, നമ്മുടെ നാട്ടിലെത്തിയ വിദേശ അക്രമി കൊള്ളയടിച്ച് തകർത്ത് പോയ ഒരു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ നോക്കൂ, സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അങ്ങിട്ടിരിക്കുന്ന വസ്ത്രവും നമ്മൾ സംസാരിക്കുന്ന മാധ്യമവും ദിനത്തെ നമ്മൾ പഠിക്കുന്ന ഭാഷയും എല്ലാം വിദേശാധിപത്യത്തിന്റെ ഒരു സംഭാവനയൊക്കെ തന്നെയാണ് പലതും. നമുക്ക് കിട്ടിയ ഉന്നത വിദ്യാഭ്യാസം പോലും ആ ഘട്ടത്തിലുള്ളതല്ലേ. അതിനെയൊക്കെ നമുക്ക് പുനർനിർമ്മിക്കാം, അപനിർമ്മിക്കാം, അതൊക്കെ ചരിത്രത്തിന് ആവശ്യമായ ഘട്ടത്തിൽ മാറ്റം വരുത്താം. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? നമ്മളുടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളുമായി സന്ദർശിച്ച് ഇപ്പോഴും ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? വിദേശ സൗഹൃദം വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തനതിലേക്കുള്ള മടക്കമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സാധ്യമാകില്ലല്ലോ. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. ഞാൻ തിരിച്ചു വരാം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനം സ്വാതന്ത്ര്യദിനം പോലെ ആഘോഷിക്കേണ്ടതാണോ? മോഹൻ ഭഗവത് പറയുന്നു, യഥാർത്ഥത്തിൽ വൈദേശികാധിപത്യത്തിന് മേൽ ഇന്ത്യൻ പരമാധികാരം വിജയം നേടിയ ദിവസമായത് ആചരിക്കണമെന്ന്. ഡോക്ടർ വി ശിവദാസൻ MP, രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾ നേടിയത് 1947 ഓഗസ്റ്റ് 15 എന്നാൽ നേടേണ്ടത് യഥാർത്ഥത്തിൽ സമ്പൂർണമായ ഭാരത പരമാധികാരത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ്. ജനുവരി 22 അപ്പോൾ 15-നേക്കാൾ മെച്ചപ്പെട്ടതാണ് ജനുവരി 22 എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിനുള്ള വിശദീകരണം താങ്കൾ കേട്ടല്ലോ, എന്താണ് മറുപടി? ഇവിടെ അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഉൾപ്പെടെ അത് ബ്രിട്ടീഷ് സൃഷ്ടിയായതുകൊണ്ട് ആണ് മാറ്റി പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കിയതെന്നൊക്കെ പറയണ്ടേ. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ, മുഗളന്മാരുണ്ടാക്കിയ, അല്ലെങ്കിൽ മറ്റ് ഇവരുടെ നിർവചനത്തിൽ ഇന്ത്യക്കാരെന്ന് ഇവർ പറയാത്ത ആളുകളുണ്ടാക്കിയ സർവ്വനിർമ്മിതികളും പൊളിച്ച് കളയണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റെയിൽവേ ട്രാക്ക് മുഴുവൻ കുത്തിപ്പൊളിക്കണം. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്താണല്ലോ ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്ന ആളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ പാക്കറ്റ് പാലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പാസ്ചറൈസേഷൻ്റെ സംഭാവന ആരുടേതാണെന്ന് അറിയാലോ. ഉപയോഗിക്കുന്ന മൈക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മൈക്കൽ ഫാരഡേയുടെ അല്ലെങ്കിൽ പോളിയോ വാക്സിൻ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിദേശികളുടേതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ജീവിച്ചുകൊള്ളുക. പക്ഷേ ഞങ്ങൾ ഇന്ത്യയിലെ ജനത, ആ ഇന്ത്യൻ ജനതയുടെ ഭരണഘടനയുടെ ആമുഖം വി എന്ന മഹത്തായ പ്രഖ്യാപനം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ആ മഹത്തായ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ നിർമ്മിതിയിലെ ദൈവം പരാജയപ്പെട്ടു എന്നാണ് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് ടെലഗ്രാഫ് എന്ന പത്രം അതിൻ്റെ 1-ാം പേജിൽ വാർത്തയായി കൊടുത്തു. ഓർമ്മിക്കുക, ഒരു ജനതയുടെ, ആ ജനത മതനിരപേക്ഷതയുടെ മഹാമാതൃക ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് 1947 ആഗസ്റ്റ് 15 എന്നുള്ളത്. ഒറ്റ സംഭവം മാത്രം എടുത്തു നോക്കിയാൽ മതി. അത് ജനറൽ ഡയർ എന്ന മുൻ പട്ടാള ഉദ്യോഗസ്ഥനെ ലണ്ടനിൽ ആൽബർട്ട് ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെടിവെച്ച് കൊന്ന മനുഷ്യൻ, അദ്ദേഹം പോലീസിനെ കണ്ട് പിന്തിരിഞ്ഞോടാതെ ഇരു കരങ്ങളിൽ നീട്ടിക്കൊടുത്ത് അറസ്റ്റ് വരിച്ച് കോടതിയിൽ പേര് ചോദിച്ചപ്പോൾ എൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് എന്ന് ഉത്തരം പറയുകയും വീണ്ടും വീണ്ടും പേര് ചോദ്യം ആവർത്തിച്ചപ്പോൾ എൻ്റെ ചോര അത് ജാലിയൻ വാലാബാഗിൽ ഒഴുകിയിട്ടുള്ള ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും സിഖുകാരൻ്റെയും ചോരയാണ്, അതുകൊണ്ട് എൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് എന്ന് ഉത്തരം പറഞ്ഞിട്ടുള്ള ഉദ്ധം സിംഗിൻ്റെ മഹത്തായ പാരമ്പര്യമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം. അത് അമ്പലങ്ങൾ തകർക്കുന്ന, പള്ളി തകർക്കുന്ന ആളുകളുടെ പാരമ്പര്യമല്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSൻ്റെയും പാരമ്പര്യമല്ല. RSS എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിൽ തന്നെ ഏറ്റവും സംഘടിതമായിട്ടുള്ള ഭീകരപ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ നാം കാണേണ്ടുന്ന സംഘടനയാണ്. അപ്പോൾ RSSും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാക്ഷവാദത്തിൻ്റെ തീക്ഷണതയാണ് ഇവിടെ മോഹൻ ഭഗത്തിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം ശിവനെക്കുറിച്ച്, വിഷ്ണുവിനെക്കുറിച്ച്, കൃഷ്ണനെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. എന്നിട്ട് രാമൻ്റെ പേരിൽ നിർമ്മിക്കേണ്ടുന്ന രാജ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പവും പറഞ്ഞു. ആരാണ് രാമനെന്ന് അദ്ദേഹം പഠിക്കാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്നുള്ളത് പണം ഉണ്ടാക്കാനുള്ളൊരു വഴിയായി, രാഷ്ട്രീയ അധികാരത്തിലേറാനുള്ള വഴിയായി അവർക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷണത്തിൻ്റെ വിജയ ദിവസമായി അവർ അവിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ കാണുന്നുണ്ടാവും. നിങ്ങൾ നോക്കൂ, രാം മന്ദിർ നിർമ്മിച്ച്
അവിടെ ചുവർന്നൊലിക്കുന്ന കെട്ടിടത്തെക്കുറിച്ച് അവിടുത്തെ പൂജാരിയാണ് പറഞ്ഞത്. അവിടെ നിർമ്മിച്ചിട്ടുള്ള രാംപത്ത് അത് പൊട്ടിപ്പൊളിഞ്ഞോ അവിടെ ഉണ്ടായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ ഒന്നും അല്ല പറഞ്ഞത് അവിടെ ക്ഷേത്രത്തിലെ പൂജാരി ഉൾപ്പെടെയുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വന്നത്? RSSനും BJPക്കും പണം സമ്പാദിക്കാനുള്ള, വലിയ കൊള്ള നടത്താനുള്ള അവസരമുണ്ടാക്കി കൊടുത്ത ഒന്നാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഓരോ പള്ളിയുടെയും അടി തപ്പിപ്പോവുകയാണ്. ഓരോ പള്ളിയും ആ പള്ളി എവിടെയാണ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ ഓരോന്നിൻ്റെയും അടി കുത്തിപ്പൊളിച്ച് നോക്കുകയാണ്. അവിടെ വല്ലതും കിട്ടുമോ, അതിനെ കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ, രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൂചനകൾ അതിൽ നിന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം ഏറെക്കാലം അവർക്ക് തുടരാൻ പറ്റില്ല എന്നുള്ളത് ഇതേ മോഹൻ ഭാഗവത് തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ പള്ളി കുഴിച്ചു പോകുന്ന ഒരു രീതി ആരോഗ്യകരമല്ല എന്ന് പറഞ്ഞതും ഇതേ മോഹൻ ഭാഗവത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, രാമക്ഷേത്രത്തിനായി നടത്തിയ ശ്രമങ്ങൾ ആർക്കും എതിരെയുള്ളതായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ സ്വത്വത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ലോകത്തെ നയിച്ചുകൊണ്ട് സ്വതന്ത്രമായി നിലനിൽക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കാനും പറ്റുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ഇതാ നേരത്തെ സോമനാഥ ക്ഷേത്രത്തിന് ഉദാഹരണം പറഞ്ഞതുപോലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും തിരുത്തിയിരിക്കുന്നു. ആ തിരുത്തൽ എന്നുള്ളത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് രാമഭക്തർ കാണുന്നത്. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നതും. അതിൽ അവരെ വിശ്വാസികളെ സംബന്ധിച്ച് കുറ്റം പറയാൻ കഴിയുമോ? അരുൺ, RSS എന്ന് പറയുന്ന സംഘടന അത് ഒരേ സമയത്ത് തന്നെ രണ്ട് നിലപാടുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ സംഘടനയാണ്. സമാധാനത്തെക്കുറിച്ച് പറയുകയും മനുഷ്യരെ കൊല്ലുന്നതിന് ആളെ അയക്കുകയും ചെയ്യുന്ന സംഘടനയുടെ പേരാണ് RSS. ഇവിടെ ഈ നാട്ടിൽ സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും വിദ്വേഷത്തിൻ്റെ വലിയ പ്രചരണം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് RSS. അതുകൊണ്ട് ഒരിക്കലും RSSൻ്റെ വാക്കുകൾ വിശ്വാസയോഗ്യമായിട്ടുള്ളതല്ല. RSSന്റെ നേതാക്കളുടെ നമുക്ക് വിശ്വാസയോഗ്യമായി മുഖവിലേക്കെടുക്കാൻ പറ്റുന്നല്ല. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് അരുൺ അവസാനിപ്പിക്കാം. അത് RSS കാണുന്ന ഇന്ത്യ എന്നുള്ളത് ആദിവാസികളെ വനവാസികളായി പറയുന്ന ഇന്ത്യയാണ്. RSS കാണുന്ന ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയിൽ ജാതി മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്ത്യയാണ്. നിങ്ങൾ നോക്കൂ, RSS എങ്ങനെയാണ് ആദിവാസികളെ സംഘടിപ്പിക്കാൻ നോക്കുന്നത്? വനവാസികൾ എന്ന് പറഞ്ഞാണ്. അവർക്ക് ഈ ഭൂമിയിൽ അധികാരമുള്ളവരല്ല, അവർ വനത്തിൽ താമസിക്കേണ്ടുന്നവർ വനവാസികളായി അവരുടെ ഭരണകാലത്താണ് രാജ്യത്തെ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരു വനിത ഇന്ത്യയുടെ പരമാധികാര പദത്തിലേക്ക് എത്തുന്നത്, പ്രസിഡന്റ് പദവിയിലേക്ക്. ഞാൻ പൂരിപ്പിക്കാലോ എന്ന് പറഞ്ഞാൽ അരുൺ, അറവുശാലക്ക് ഗാന്ധിജിയുടെ പേരിടുന്ന വൈദഗ്ധ്യം ഇന്ത്യയിൽ RSSന് അറിയാം. അറവുശാലക്ക് ഗാന്ധിജിയുടെ പേരിടുന്ന RSSന്റെ ഒരു തന്ത്രം മാത്രമാണിത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിയും. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീണു പോകാൻ പാടില്ല. വീണു പോകരുത്. RSS ആണ്. അവർ ഇതിനപ്പുറത്തും ചില പ്രയോഗങ്ങളൊക്കെ നടത്തും. ഗാന്ധിയുടെ ഘാതകരുടെ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയുന്നവരാണ്. ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ പലയിടങ്ങളിലും ലഡു വിതരണം, മധുര വിതരണം നടത്തിയതിനെക്കുറിച്ച് ONV കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് വിതരണം നടത്തിയതെന്ന്, ആരുടെ രാഷ്ട്രീയമാണ് ഗാന്ധിയെ കൊന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് RSS എന്ന പ്രസ്ഥാനം എപ്പോഴും ഈ നിലയിലൊക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവർ ചില വേളകളിൽ മുസൽമാനായിട്ടുള്ള ആളെ രാജ്യത്തിൻ്റെ തലപ്പത്തിരുത്താൻ നോക്കും, ചില വേളകളിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി ചില പ്രത്യേക വിഭാഗങ്ങളിൽ. പക്ഷെ അതിന്റെ ഉദ്ദേശം ശരി. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, സ്വാതന്ത്ര്യത്തിൻ്റെ സമരചരിത്രത്തിൻ്റെ ഏടുകളിൽ തപ്പി നോക്കിയാൽ സംഘടിതമായ സംഘപരിവാറിൻ്റെ പോരാട്ടം ഒരു നിലയിലും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ്ജത്തെ കെടുത്തുന്ന പ്രസ്താവനകൾ ഈ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് ഗോൾവാൾക്കറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, സവർക്കറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, ശ്യാമപ്രസാദ് മുഖർജിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ്ജം ചോർത്തിക്കളഞ്ഞവർ, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൃത്യമായ ഈടുവെപ്പുകൾ നൽകാൻ ഒന്നുമില്ലാതിരുന്നവർ, ഇപ്പോൾ അംബേദ്കറിനെയും സർദാർ പട്ടേലിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ അഥവാ സ്വാംശീകരിക്കാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ്, അതും ഫലവത്താകുന്നില്ല എന്ന് കാണുന്നൊരു ഘട്ടത്തിലാണോ ഇനി എന്നാൽ പിന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ തന്നെ നമുക്കങ്ങ് റദ്ദ് ചെയ്തേക്കാം, പുതിയ കഥ എഴുതി തുടങ്ങാം, അത് ജനുവരി 22 മുതൽ ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ, ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ കഥ എഴുതി തുടങ്ങാം എന്ന് കരുതുകയാണോ RSS ചെയ്യുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, സ്വന്തമായി ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരു പുതിയ കഥ സ്വന്തമായി എഴുതാൻ ശ്രമിക്കുകയാണോ അവർ? ഡോക്ടർ അരുൺ,
ഒരു പുതിയ സ്വാതന്ത്ര്യ ഗാഥ എഴുതാനുള്ള തിരക്കിലാണോ രാഷ്ട്രീയ സ്വയം സേവക് സംഘം, അതിൻ്റെ സർസംഘാലകായ മോഹൻ ഭാഗവതും? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇവിടെ സ്വാതന്ത്ര്യത്തെ പല സമയത്തായി പലരും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു സങ്കല്പമാണ്. സ്വാതന്ത്ര്യം എന്നത് ഒരു സങ്കല്പമാണ്, ഒരു അനുഭവമാണ്. പക്ഷേ അതിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഭരണഘടനയിൽ വ്യക്തമായി പറയുന്ന സോവറിൻറ്റി, സോവറിൻ, അതാണ് പ്രിയാമ്പിളിൻ്റെ ആദ്യ വാക്ക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിൽ സോവറിൻറ്റിയുടെ ഒരു ഡയമെൻഷനാണ് ഇന്റേണലി സുപ്രീം ആൻഡ് എക്സ്റ്റേണലി ഇൻഡിപെൻഡന്റ്. അപ്പം നമ്മളൊരു തുച്ഛമായ അർത്ഥത്തിൽ ബാഹ്യമായ സ്വാതന്ത്ര്യം മറ്റ് രാജ്യങ്ങളിൽ നിന്നും, അതായത് ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ കൊളോണിയൽ അധിനിവേശത്തിൽ നിന്നും കൊളോണിയൽ ഭരണത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ് സ്വാതന്ത്ര്യം എന്ന പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നത്. പക്ഷേ വിവിധ സമയങ്ങളിലായി മോഹൻ ഭാഗവത് മാത്രമല്ല പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കുകയാണെങ്കിൽ, ഹൗ ഫാർ ആർ വി ഇൻഡിപെൻഡന്റ്, ഹൗ മച്ച് ഇൻഡിപെൻഡൻസ് ഡു വി എൻജോയ്? നമ്മൾ ഇവിടെ തന്നെ ആഭ്യന്തരമായി നമ്മുടെ സാമൂഹികമായ പലതരത്തിലുള്ള വിവേചനങ്ങളും പാർശ്വവൽക്കരണവും ഉണ്ടല്ലോ. അത് സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തെ അതിന്റെ പൂർണ്ണത്തിൽ എത്തിക്കുന്നതിന് പര്യാപ്തമാവില്ലല്ലോ എന്ന ചിന്തയുണ്ട്. അത് വ്യാപകമായിട്ടുണ്ട്. മാത്രമല്ല ഡൽഹി ജവഹർലാൽ നെഹ്റു ക്യാമ്പസിൽ വെച്ച് ആസാദി എന്ന മുദ്രാവാക്യം, കനയ്യ കുമാർ ഉയർത്തിയ ആസാദി എന്ന മുദ്രാവാക്യം എത്രത്തോളം ദേശദ്രോഹപരമാണ് എന്ന രീതിയിലുള്ള നറേറ്റീവ് വന്നത് നമ്മൾ മറന്നുപോയി കാണില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒപ്രഷൻ, ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന ഒപ്രഷൻ, അതും സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം തന്നെയാണ്. അപ്പോൾ വൈദേശിക ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന തുച്ഛമായ അർത്ഥം മാത്രം എടുത്താൽ മതിയോ, അതോ ആഭ്യന്തരമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പരമാധികാരത്തിന്റെ അനന്തമായ സാധ്യതകൾ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? ആ ഒരു അന്വേഷണം ഒരു പടി കൂടി കടന്നാണ് ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് അവിടെ നടത്തിയിരിക്കുന്ന പ്രസ്താവന. കാരണം അത് നാഗ്പൂരിൽ വെച്ചല്ല, മറിച്ച് ഇൻഡോറിൽ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് നടത്തിയ പരാമർശമാണ്. ഇവിടെ നോക്കൂ, സ്വാതന്ത്ര്യത്തിന് ഒരു പ്യുവർ പൊളിറ്റിക്കൽ നറേറ്റീവിന് പകരം ഒരു കൾച്ചറൽ നറേറ്റീവ് കൊടുക്കുകയാണ്. 5000 വർഷത്തെ ഇന്ത്യയുടെ സംസ്കാരം, ആ ഭാരതീയ സംസ്കാരത്തിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും എല്ലാമുണ്ട്, അത് പരമശിവനും എല്ലാമുണ്ട്. അപ്പം ആ ഒരു ദർശനം, അതിൻ്റെ പിന്നിൽ വരുന്ന ഒരു ആത്യന്തികമായി വന്നൊരു ഒരു ഘടനയാണ് ഭരണഘടന. ആ ഭരണഘടനയുടെ സ്പിരിറ്റ് തന്നെ സെക്യുലർ സ്പിരിറ്റാണ് ഭരണഘടന. ഹിന്ദു തന്നെ സെക്യുലറാണ്. ഹിന്ദു രാജ്യം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ, ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഹിന്ദുസ്ഥാൻ, അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഹിന്ദു എന്ന വിശാലമായ, അത് സിന്ധു നദിയുടെ കിഴക്ക് താമസിക്കുന്ന മഹാജനസാമാന്യം എന്ന രീതിയിൽ ഒരു വിശാലാർത്ഥത്തിലൊക്കെ പല ആവർത്തി RSSന്റെ ഭാഗത്തു നിന്നും സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തു നിന്നും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം കൊടുക്കുകയും പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി 22, അതിന്റെ ഈ വർഷം അത് 11-ാം തീയതിയാണ്, ജനുവരി 11-ാം തീയതിയാണ്. കലണ്ടർ, പിന്നെ ഈ ഗ്രിഗറിയൻ കലണ്ടറെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നോക്കുമ്പോൾ, നാളനുസരിച്ച് നോക്കുമ്പോൾ 11-ാം തീയതിയാണ് കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസം പരിപാവനമായ ദിവസമാണ്. ആ ദിവസമാണ് പ്രാണപ്രതിഷ്ഠ നടക്കേണ്ടത്. അന്ന് നടന്നിരിക്കുന്നു. അതാണ് ഒരു പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ അത് ഏത് രീതി, അതിൽ കൾച്ചറൽ നറേറ്റീവാണ്. അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് അല്ല. അതൊരു സാംസ്കാരിക, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതചര്യയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാംസ്കാരിക നറേറ്റീവാണ്. അതിന് തക്ക രീതിയിൽ ഇന്ത്യയുടെ ബഹുല സംസ്കാരമുള്ള ഇന്ത്യയുടെ മനസ്സ് ആ ഒരു കൾച്ചറൽ നറേറ്റീവിനെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ പരുവപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. അതുകൊണ്ട് ശ്രീ മോഹൻ ഭാഗവത് ഒരു വലിയ ഡിബേറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക ആഖ്യാനം നൽകുക വഴി രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ആളുകളെയും അവരുടെ സംഭാവനകളെയും റദ്ദാക്കാൻ കഴിയും. ഒരു ചരിത്രത്തെ തന്നെ തമസ്കരിക്കാനുള്ള ഒരു സാധ്യത എന്ന വണ്ണം അതിനെ ഉപയോഗിക്കാനും സാധിക്കും. ഞാൻ BJP പ്രതിനിധി ശ്രീ KVS ഹരിദാസിലേക്ക്. KVS ഹരിദാസ്, ഇവിടെ 2 പ്രതിനിധികളും ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം എൻ്റെ ചോദ്യം ഇതാണ്. നോക്കൂ, സോയ ഹസൻ എന്ന JNUവിലെ പ്രൊഫസർ എഴുതുന്നുണ്ട്, നിങ്ങൾ പുസ്തകങ്ങൾ എഴുതുകയല്ല, പുസ്തകങ്ങൾ നശിപ്പിക്കുകയാണ്. പുതിയവ നിർമ്മിക്കുകയല്ല, പഴയത് പലതും പൊളിക്കുകയാണ്. പുതിയ സിനിമകൾ നിർമ്മിക്കുകയല്ല, അവയെ സെൻസർ ചെയ്യുകയാണ്. അങ്ങനെ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമം കേവലം വ്യക്തികളിലേക്ക് മാത്രം ചൂണ്ടിക്കാണിച്ച് ഇതാ ഇന്ത്യയുടെ നിർമ്മാണത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ദുർബലമായൊരു പൊസിഷൻ നിൽക്കുകയാണ് സംഘപരിവാർ. ആ ദുർബലമായ ഇടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കാകെയുള്ള ആശ്വാസം ഈ പറയുന്ന ബാബറി മസ്ജിദും അതുമായി ബന്ധപ്പെട്ടുള്ള കർസേവകരുടെ മൂവ്മെൻറ്റുമാണ്.
അതിനുമപ്പുറം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പേരെടുത്തു പറയാൻ പറ്റുന്ന 20-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് സംഘപരിവാറിന് പറയാനുണ്ടാകുമോ? അതില്ലാത്തതിൻ്റെ നിരാശയിൽ നിന്നല്ലേ ഈ പുതിയ ചരിത്രാഖ്യാനം ഉണ്ടാകുന്നത്? അതായിരുന്നു എൻ്റെ ചോദ്യം. അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയില്ല. KVS ഹരിദാസ്. ഞാനിപ്പോഴും അതിലേക്ക് വരാം അരുണേ. അരുണിനോട് എനിക്ക് ആദ്യമായിട്ടൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഒന്ന് RSSൻ്റെ ചരിത്രം പഠിക്കണം. RSS എന്തിനു വേണ്ടി തുടങ്ങി, എവിടെ തുടങ്ങി, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ ചരിത്രം പൂർണ്ണമായിട്ട് പഠിക്കണം. എൻ്റെ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമ ലോകത്തുള്ള 99% പേരും RSSനെ കണ്ണടച്ച് വിമർശിക്കും. ഈ അന്ധൻ ആനയെ കണ്ടതുപോലുള്ള നിരീക്ഷണങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകുന്നു. RSSനെ പഠിക്കാൻ ആരും തയ്യാറാവാറില്ല. RSSൻ്റെ തുടക്കം, RSSൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഖഡ്ഗവാർ കോൺഗ്രസ്സുകാരനായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിപിഴച്ച പോക്കുകളെക്കുറിച്ചുള്ള ചില അന്തർധാരകൾ കണ്ടപ്പോൾ സ്വന്തം നിലയ്ക്ക് ഒരു ദേശീയ പ്രസ്ഥാനം വേണമെന്ന് ചിന്തിച്ച് 925 വിജയദശമിയിൽ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. 5-8 പേരുമായിട്ട്. ഇന്ന് ആസേതു ഹിമാലയം, ഇന്ന് RSSനുള്ള ശക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? അതിൻ്റെ രാഷ്ട്രീയ ശക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ടോ? വാജ്പേയി 3 തവണ പ്രധാനമന്ത്രിയായി. അദ്ദേഹം RSSൻ്റെ ആത്മാഭിമാനമുള്ള RSSകാരനായിരുന്നു. ഇന്നിപ്പോൾ നരേന്ദ്രമോദി 3ാമത്തെ ടേമാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു 1700ഓളം MLAമാരുണ്ട് ഞങ്ങൾക്ക്. 400ഓളം 350-ലേറെ MP മാരുണ്ട്. രാഷ്ട്രപതി ഭവൻ മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഇപ്പോൾ വനവാസികളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഒരു വനവാസി സ്ത്രീയെ രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചത് ഞങ്ങളാണ്. ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിലൊന്നും കുറ്റബോധം കാണുന്നില്ല. ഞങ്ങൾക്ക് ബോധമുണ്ട്, ഞങ്ങൾക്ക് ദിശയുമുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തുടർച്ചയായി അങ്ങ് പറഞ്ഞല്ലോ RSS 1925 തുടക്കം കുറിക്കുന്നത് മുതൽ മറ്റൊരു ദേശീയധാരയെ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അന്നുള്ള കൊളോണിയൽ ആധിപത്യത്തോട് സന്ധി ചെയ്തുകൊണ്ടാണോ ആ ദേശീയധാരയെ നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? അത് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാനമാണ്. ഇവിടുത്തെ കുറെ ഈ സൂഡോ സെക്യുലറിസ്റ്റിന്റെ വ്യാഖ്യാന. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് RSSന്റെ ചരിത്രം വായിക്കണം. ഞാനതാണ് ചോദിച്ചത്. ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യത്തിനെതിരെ സംഘടിതമായി RSS നടത്തിയ മൂവ്മെന്റുകൾ അങ്ങ് പറയൂ. നമുക്ക് അങ്ങനെയാണല്ലോ ചരിത്രത്തെ വ്യാഖ്യാനിക്കുക. അങ്ങ് പറഞ്ഞോളൂ, നമുക്കത് കേൾക്കാം. സംഘടിതമായി ഇപ്പോൾ നോ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം കേട്ടിട്ടുണ്ട്, ദണ്ഡിയാത്ര കേട്ടിട്ടുണ്ട്. ചൗരി ചൗരയിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്ത് നമുക്കറിയാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമുക്കറിയാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുമ്പോൾ സവർക്കർ എന്താണ് പറഞ്ഞിരുന്നെന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറഞ്ഞു തരാം. ഇനി 45-ന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ അങ്ങേക്കറിയാം. അപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രാഷ്ട്രീയ മൂവ്മെന്റുകളിൽ RSS നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ളൊരു മൂവ്മെന്റ് അങ്ങ് പറയൂ. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഈ സവർക്കർ ഉൾപ്പെടെ ഉള്ളവരുടെ സമരത്തിന്റെ ചരിത്രം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. വ്യക്തികളല്ല ശ്രീ ഹരിദാസ്, മനസ്സിലാവണം. സംഘടിതമായതെന്നാണ്. ഞാൻ പറയട്ടെ ഞാനിത് പറയട്ടെ എന്ന് നിങ്ങൾ പറയാൻ അവസരം നൽകൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ RSSന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള പുസ്തകം നമുക്ക് ലഭ്യമാണ്. നിങ്ങളൊന്ന് എടുത്ത് വായിക്കൂ. ഡോക്ടർ ഖഡ്ഗവാർക്കെതിരായിട്ട് എത്ര കേസുണ്ടായിരുന്നു എന്ന് നോക്കൂ. ഞാൻ പറയട്ടെ, RSSന്റെ സ്ഥാപകനായ ഡോക്ടർ ഖഡ്ഗവാർക്കെതിരായിട്ട് ബ്രിട്ടീഷുകാരുടെ പോലീസ് എത്ര കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതുപോലെയല്ല RSS. കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം അതാണ്. ഈ രാജ്യത്തെ ഏത് ദേശീയ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ മുഴുവൻ ഒറ്റുകൊടുത്ത ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അതിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാനമായിട്ട് അരുൺ ഇവിടെ വരരുത്. അല്ലല്ല. RSSന്റെ അയ്യോ, ചരിത്രം ഇല്ലില്ല. എനിക്ക് മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് ആഖ്യാനമല്ല RSSനെ ഉള്ളത്. മനസ്സിലാക്കണം. ഞാൻ അങ്ങ് അതിനുള്ള പറഞ്ഞതിൽ ശ്രമം നിന്ന് നിങ്ങൾ നടത്തൂ. ഇനി ചരിത്രത്തിൽ നമുക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയൊരു ചരിത്രാഖ്യാനം ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. ഏതു ചരിത്രത്തിലെ ആ സുന്ദരമായ ഏടാണ് RSS മുന്നിൽ നിർത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സമര പോരാട്ടം നടത്തിയ ധീരോജ്വലമായി നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ വിസ്മരിച്ചു പോയ ഏട് ഏതാണെന്നങ്ങ് പറഞ്ഞാൽ മതി. ഒരുപാട് സമരങ്ങളിൽ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള ഒരുപാട് സമരങ്ങളിൽ RSSന്റെ പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. RSSന്റെ പ്രവർത്തകർ, RSS എന്ന് പറഞ്ഞ സംഘടന നിലയ്ക്കല്ല, RSSന്റെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. അത് RSSന്റെ നയപരമായ നിലപാടുകൾക്കനുസൃതമായിട്ടാണ്. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ വ്യാഖ്യാനം നടത്താനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ അതിന് കൂടുതൽ ഒരു സ്ട്രെസ്സും കൊടുക്കാറുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, RSSന്റെ ചരിത്രം പഠിക്കാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെങ്കിലും തയ്യാറാകണം. ഇതുവരെ അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല. RSSനെ മനസ്സിലാക്കാനുള്ള ശ്രമം പോലും ഈ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കാറില്ല എന്നതാണ്. RSSന്റെ ശത്രുക്കൾ പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ പലരും ചോദിക്കുന്നത്. അങ്ങ് തന്നെ ഇപ്പോൾ ഒട്ട് സ്പെസിഫിക് അല്ലാതെ പറയുന്നു മഹാരാഷ്ട്രയിൽ നടന്ന ചില സമരങ്ങളിൽ RSSകാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ ഇന്ത്യ മുഴുവൻ. ഞാൻ പേരെടുത്ത് പറയുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1857 മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും അതിനുശേഷം 1885 ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യയിലെ വിവിധ സമര സംഘടനകളാണെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ പോരാട്ടങ്ങൾ നമുക്കറിയാവുന്നതല്ലേ. ഇപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ടല്ലോ. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മനുഷ്യരാരൊക്കെയാ? അവരിൽ ഏതെങ്കിലും സംഘപരിവാറിൻ്റെ പഴയ മുൻകൂർ പാരമ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അതിൽ കടന്നുപോയവരാരെങ്കിലും ഉണ്ടോ? ഇനി അത് കഴിഞ്ഞ് 1885 ശേഷമാണല്ലോ പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. അതിനുശേഷം നടത്തിയ സമര പോരാട്ടങ്ങൾ, അതിനുശേഷം നടത്തിയ 1920കളിൽ ഗാന്ധിയുടെ വരവോടുകൂടിയുള്ള സമര പോരാട്ടങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഏടുകളാണ്. അങ്ങനെ പറയാനൊരു ഏടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 925 ജന്മം കൊണ്ട് RSSന്റെ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു സ്പർശം 1857 നടന്ന സമരത്തിലുണ്ടാവില്ല. പക്ഷേ 925 ശേഷം ഞാനത് ആവർത്തിക്കുന്നു, ഡോക്ടർ ഹെഡ്ഗവാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ബ്രിട്ടീഷുകാരെടുത്ത കേസുകളുണ്ട്, അതിൻ്റെ ചരിത്രമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആ സാധനമില്ല. ഞാൻ ആ ചരിത്രം വായിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഉദ്ദേശിച്ചതും. അത് ഗ്രന്ഥമായിട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിക്കണം. ഞങ്ങളുടെ പ്രസിദ്ധീകരണമുണ്ട്, അതൊന്ന് വായിക്കൂ. അതിന് എതിർപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങൾ. പക്ഷേ ഡോക്ടർ ഹെഡ്ഗവാർ ഉൾപ്പെടെയുള്ള ഹിന്ദുസ് ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ്. ആ വാചകമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു എന്ന പേരിൽ അങ്ങ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട RSSനെ നിന്ദിക്കുന്ന ഒരു ആരോപണം. പക്ഷേ അത് ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകമാണ്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഊർജ്ജം പാഴാക്കരുത് എന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മളുടെ ആഭ്യന്തര ശത്രുക്കളെ നേരിടാനുള്ളതാണ്. അരുണെ ശുദ്ധ അസംബന്ധമാണ്. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, എന്നാലേ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് മോചനം കിട്ടൂ എന്ന് വിചാരിച്ചവരാണ് RSS. അതേ ചിന്താഗതി തന്നെയായിരുന്നു ഒരു പരിധിവരെ കോൺഗ്രസിനും ആ സമയത്ത്. അതേ നിലപാടിൽ തന്നെയായിരുന്നു കോൺഗ്രസും പോയത്. തിലകനുമൊക്കെ തിലകൻ്റെയൊക്കെ ഒരു സവർക്കർ RSSന്റെ പ്രതിനിധിയാണോ? RSSന്റെ നേതാവായിരുന്നു സവർക്കർ. ഇവിടുത്തെ ഒരു തീര ദേശാഭിമാനിയായിരുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ സവർക്കറെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ആ സവർക്കറുടെ നിങ്ങൾ എഴുതിയെന്ന് പറഞ്ഞ കത്ത് ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്, ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ തടവറയിൽ കിടക്കുന്നവരെ മുഴുവൻ മോചിപ്പിക്കണമെന്ന സവർക്കർ ആവശ്യപ്പെട്ടത്. അല്ലാതെ സവർക്കറെ മോചിപ്പിക്കണമെന്നല്ല. നെഹ്റുവിനെ പോലെ അന്നത്തെ കോൺഗ്രസ്സുകാരെ പോലെ അല്ല സവർക്കർ എഴുതിയത്. നെഹ്റുവും കൂട്ടരും ഒക്കെ വീടുകളിൽ ഇരുന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടോ ജയിലിൽ പോലും പോകാതെ വീടുകളിൽ താമസിക്കാനുള്ള സൗകര്യം തേടി പോയവരാ. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അരുണെ മറന്നുപോയി ഇതൊക്കെ. അല്ല, നമ്മൾ ഓരോരുത്തരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഇവർ പറഞ്ഞതിൽ പലതും ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി ചെയ്ത ചരിത്രമാണ്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി അന്ന് ബംഗാളിൽ സമരം നടക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? എനി വൈഡ് സ്പ്രെഡ് മൂവ്മെന്റ് ലോഞ്ച്ഡ് ബൈ ദ കോൺഗ്രസ് വിൽ സ്റ്റിർ അപ്പ് മാസ് ഫീലിംഗ്. അതുകൊണ്ട് രാജ്യത്തിന് ഇൻസെക്യൂരിറ്റിയെ കരുതി
സർക്കാർ ഇതെല്ലാം അടിച്ചമർത്തണം എന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ് 1942. അതിനു മുൻപാണ് നമ്മൾ ഈ പറഞ്ഞ ഗോൾവാൾക്കറുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതിനു മുൻപാണ് നമ്മളുടെ സവർക്കറുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ളതാണ്. ഒരു പുതുതായി ഈ ചരിത്രത്തിലേക്കൊരു ഈട് ഇതാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ഇപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. ശരി, അങ്ങ് അതിന് തയ്യാറായി വന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് അവിടെ വിടാം. ഞാൻ തൽക്കാലം ഒന്ന് നമ്മുടെ മറ്റ് അതിഥികളിലേക്ക് കൂടി പോയിട്ട് വരാം. ഒരു നിമിഷം ശ്രീ ഹരിദാസ്. ഡോക്ടർ വി ശിവദാസൻ, ഇപ്പോൾ KVS ഹരിദാസ് പറയാൻ ശ്രമിക്കുന്നത് RSSന്റെ ചരിത്രം മനസ്സിലാക്കാതെയുള്ള വിമർശനമാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി നടത്തുന്നത്. 1925 മുതൽ രൂപം കൊണ്ട ഒരു സംഘടനയ്ക്ക്, ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് കഷ്ടിച്ച് 2-2.5 പതിറ്റാണ്ട് കാലത്തെ മാത്രമേ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചരിത്രം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ സമയം അവർ പോരാടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കില്ലാത്തതുകൊണ്ട് പുതിയ കഥ എഴുതുന്നു എന്ന വാദം നിൽക്കില്ല എന്നതാണ് KVS ഹരിദാസിൻ്റെ വാദം. വി ശിവദാസൻ, ഇതിൽ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ സവർക്കർ RSSന്റെ പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു എന്ന് പറഞ്ഞത് ഏതായാലും നന്നായി. കാരണം എന്താ വെച്ചാൽ ഗാന്ധി വധക്കേസിലെ പ്രതിയായ സവർക്കർ, RSSന്റെ പ്രതിപട്ടികയിലുണ്ടായ സവർക്കർ, ശിവദാസ് RSSന്റെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കരുത്. നല്ല കാര്യം. ഹിന്ദു നേതാവായിരുന്നു, അങ്ങ് പറഞ്ഞോളൂ, അങ്ങ് പിന്നീട് അങ്ങ് പറഞ്ഞോളൂ, അങ്ങ് തിരിച്ചോളൂ, സമയമുണ്ടല്ലോ. അങ്ങ് ഈ ചർച്ചക്കിടയിൽ പറഞ്ഞിട്ടുള്ള അയ്യോ അങ്ങ് ഇടപെടരുത്. KVS ഹരിദാസ്, ഞാൻ KVS ഹരിദാസിന് തിരുത്താം, അല്ലെങ്കിൽ അരുണ് തിരുത്തിക്കോട്ടെ. അങ്ങ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചർച്ചയിൽ നേരത്തെ ഈ ചർച്ച കാണുന്ന മലയാളികളാകെ അങ്ങ് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എല്ലാ മലയാളിയും കേൾക്കുന്നുണ്ടല്ലോ. മലയാള ഭാഷയിലാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യം ഞാനൊന്ന് ആവർത്തിക്കുന്നത് മാത്രമാണ്. ചെയ്യപ്പെടുന്നതാണ് ഒരു കാര്യം. ശ്രീ KVS ഹരിദാസ്, അങ്ങ് പറഞ്ഞത് RSSന്റെ സൈദ്ധാന്തികനായിട്ടോ RSSന്റെ നേതാവായിട്ടോ സവർക്കറെ കാണുന്നില്ല എന്ന് തന്നെയല്ലേ? ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യ കണ്ട ഒരു വലിയ ഹിന്ദു നേതാവായിരുന്നു സവർക്കർ. തീരെ ദേശാഭിമാനിയായിരുന്നു. നേതാവല്ലായിരുന്നു. RSSന്റെ നേതാവല്ലായിരുന്നു സവർക്കർ. എങ്ങനെ RSSകാരനാവണേ? അദ്ദേഹം വേറൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ലേ? ശരി ശരി, ഹിന്ദു മഹാസഭ വേറൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ലേ അദ്ദേഹം? അതിനെ ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കാനുള്ള. ശരി ശരി, വി ശിവദാസൻ അങ്ങേക്ക് തുടരാം. അല്ല അരുൺ അതെ, അല്ല ഞാൻ അദ്ദേഹം ഇനി എന്റെ ചെവിയുടെ കേൾവി ശക്തിക്ക് വല്ല തകരാറുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. നേരത്തെ അദ്ദേഹം പറയുന്നതാണ് നിലനിൽക്കുക എന്നതാണല്ലോ. അത് നമുക്ക് KVS ഹരിദാസിന്റെ കാര്യത്തിലും ബാധകമാണ്. അപ്പോൾ KVS ഹരിദാസ് ഇനി രണ്ടാമതെന്ന് പറയുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ ഒരു വ്യക്തത വീണ്ടും വരുത്തുകയാണ്. സവർക്കർ ഇന്ത്യയിൽ ആദ്യമായി നിരാക്ഷവാദം ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഹിന്ദു ദേശീയതക്കും മുസ്ലിം ദേശീയതക്കും ഒന്നിച്ചൊരു രാജ്യത്ത് നിലനിൽപ്പ് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഏതായാലും RSSന്റെ പ്രവർത്തകനല്ല എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി സവർക്കറിൻ്റെ സംഭാവനകൾ RSSന്റെ സംഭാവനയല്ല എന്ന് കൂടിയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ജയിലിൽ കിടന്ന സവർക്കർ, മാപ്പെഴുതി കൊടുത്ത സവർക്കർ, അതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2, നിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളായി, ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി വിലയിരുത്തിയിട്ടുള്ള മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ എന്ന് നിങ്ങൾ പറയാണ്. മുസ്ലിം ലീഗുമായി ചേർന്ന് മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആളായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ RSS എന്ന് പറയുന്ന സംഘടനയും RSSന് വേണ്ടി വക്താക്കളായി വരുന്നവരും പറയുന്ന വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ആവശ്യത്തിനനുസരിച്ച്, ചരിത്രത്തിലെപ്പോൾ നാം കാണുന്ന കാഴ്ചയാണ്. ശരി, ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള RSSന്റെ പ്രവർത്തനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായിട്ടുള്ള RSS നീക്കത്തിനെതിരായി രാജ്യത്തെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത് സുപ്രധാനമാണ്. അംബേദ്കറിൻ്റെ പ്രതിമ പാർലമെൻറ്റിൻ്റെ മുൻപിൽ നിന്ന് മാറ്റി പിറകിലോട്ട് മാറ്റി സ്ഥാപിച്ച RSSന്റെ രാഷ്ട്രീയം അംബേദ്കറിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, അംബേദ്കറിൻ്റെ ആശയത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം ഈ രാഷ്ട്രീയവുമായിട്ടാണ് കൂട്ടിച്ചേർക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാണെങ്കിൽ നമ്മുടെ
മുസഫർ അഹമ്മദിന്റെ, അസദ് മൊഹാനിയുടെ ഒക്കെ സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേസിൽ അവരൊക്കെ. ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് കൂടി ഒന്ന് പോകണം. ഡോക്ടർ മോഹൻ വർഗീസ്, സമയത്തിന്റെ പരിമിതിയുണ്ട്, 30 സെക്കൻഡ്സിനുള്ളിൽ താങ്കൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതെന്താണ് ഇപ്പോഴത്തെ ഈ നീക്കം? അതൊരു കൾച്ചറൽ ആഖ്യാനം നൽകി രാഷ്ട്രീയ ആഖ്യാനത്തെ മറയ്ക്കാനുള്ള ശ്രമമാണെന്നാണ് അങ്ങ് പറഞ്ഞത്. അത് രാഷ്ട്രീയമായി എങ്ങനെയായിരിക്കും BJP ഉപയോഗിക്കാൻ പോകുന്നത്? അതിനെയും BJP ഉപയോഗിക്കാൻ എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ഫ്രീഡത്തിന് ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ നിറം വന്നിരിക്കുകയാണ്. ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഡിപെൻഡൻസ്, അത് നമ്മൾ നേടിക്കഴിഞ്ഞു. അതിൽ RSSന്റെ പങ്ക് എത്രത്തോളം ഉണ്ട്, ഹിന്ദു മഹാസഭയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നത് ഒരു ഡിബേറ്റബിൾ പോയിന്റാണ്. അത് മാറി നിൽക്കട്ടെ. വൈദേശിക ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായി ആ ഡേറ്റിന് യാതൊരു മാറ്റവുമില്ല. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ശത്രുക്കളിൽ നിന്നും, ശത്രുക്കൾ എന്ന് പറയുമ്പോൾ മതപരമായ ശത്രുക്കൾ മാത്രമല്ല, മറിച്ച് അനാചാരങ്ങൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ റിഫോംസിന് വേണ്ടി പടപൊരുത്തിയ ആളുകളും ഒരു പരിധിവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ്. അതിന്റെ ലെഗസി എന്ന് പറയുന്നത് എല്ലാവർക്കുമായി വീതിച്ചു പോകുന്ന ലെഗസിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാമൂഹ്യ സംഘടനകൾക്ക് വീതിച്ചു പോകുന്ന ലെഗസിയാണ്. പക്ഷെ മൂന്നാമതൊരു ലെഗസി കൂടി ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നു ഡോക്ടർ അരുൺ. ആ മൂന്നാമത്തെ ലെഗസിയാണ് ഐഡന്റിറ്റി കോൺഷ്യസ്നസ്. റിന്യൂഡ് കണ്ടിന്യൂസ് ഐഡന്റിറ്റി കോൺഷ്യസ്നസ് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നിൽക്കൂ. ആ ഐഡന്റിറ്റി ഇന്ത്യക്ക് പ്രദാനം ചെയ്യുന്നത് ശ്രീ മോഹൻ ഭാഗവതിന്റെ ഭാഷ്യത്തിൽ ജനുവരി മാസം 22-ാം തീയതി 2024 വർഷം അത് പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമാണ്. ആ ഒരു ഡിബേറ്റിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിമറിച്ചിരിക്കുന്നു, കൊണ്ടുവന്നിരിക്കുന്നു ശ്രീ മോഹൻ ഭാഗവത്. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ ഈ വിഷയം ആഴത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകും. അതുകൊണ്ട് പഴയ കാല ലെഗസി, ഒരു പൊളിറ്റിക്കൽ പോരാട്ടം നടത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ്, അതിന്റെ നേതാക്കളാണ്. ആ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ജിന്നകുമാർ നിന്നുള്ള മുസ്ലിം ലീഗാണ്, പക്ഷേ അംബേദ്കറൈറ്റ് ലെഗസി ഉൾപ്പെടെ, അതുപോലെ പട്ടേലിന്റെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ലെഗസി ഉൾപ്പെടെ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് സംഘപരിവാർ ശക്തികൾ കൂടിയാണ്. അത് നല്ല കാര്യം. കാരണം ഈ ക്ലെയിം ലെഗസി എന്ന് പറയുന്നത് കോൺഗ്രസിനെ മാത്രമാകാതിരിക്കട്ടെ, ആ ഒരു രീതിയിലുള്ള നറേറ്റീവ് വരുമ്പോൾ വളരെ വളരെ ഉദ്വേഗജനകമായ ഒരു ദേശീയ ഡിബേറ്റിലേക്ക് തന്നെയാണ് ഈ കാര്യം നീങ്ങുന്നത് എന്ന്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്ക് യു. KVS ഹരിദാസ്, താങ്ക് യു. ഡോക്ടർ V ശിവദാസൻ MP ചർച്ചയിൽ ചേർന്നു.